ഈശോ സ്നേഹിക്കുന്നവരെ, നമ്മൾ ലോഗോസ് ക്വിസ് 2026 സമ്മാന ക്വിസിന്റെ ഉത്തരങ്ങൾ നോക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം പേര് നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്യുക. ആദ്യം നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി, എന്നാൽ എളുപ്പമാണ്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട്, ഉത്തരങ്ങൾ ഓരോന്നായിട്ട് കാണാം. യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് എലിമലക്കും കുടുംബവും എവിടേക്കാണ് കുടിയേറിയത്? ഉത്തരം സി ആണ്. ഇനി നമുക്ക് സാവധാനം ഞാൻ ഉത്തരം പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം നമ്മൾ വീഡിയോ കാണുന്നവർക്കുണ്ടാവും. അപ്പോൾ എലിമലക്കിന്റെ ഭാര്യയുടെ പേരെന്ത്? ഹന്ന, നവോമി, റൂത്ത്, ഓർഫ. എലിമലക്കിന്റെ ഭാര്യ നവോമി. POC ബൈബിളിൽ റൂത്ത് എത്രാമത്തെ പുസ്തകമാണ്? 10, 9, 8, 12. എട്ടാമത്തെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി? യുദ്ധം, പ്രളയം, ക്ഷാമം, മഹാമാരി. അവിടെ ക്ഷാമമാണ്. എലിമലക്കിന്റെ കുടുംബം ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ലേവ്യർ, കാനാന്യർ, ഗിലെയാദ്യർ, എഫ്രാത്യർ. ഡി ആണ്. നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത മൊവാബ്യ സ്ത്രീകൾ ആരെല്ലാം? സാറ, റബേക്ക, ലയ, റാഹേൽ, ഓർഫ, റൂത്ത്, മറിയം, മാർത്ത. ഓർഫ, റൂത്ത്. RC. റൂത്തിന്റെ പുസ്തകത്തിൽ നവോമി ആദ്യം സംസാരിക്കുന്ന സമയത്ത് എപ്രകാരമാണ് ആരംഭിക്കുന്നത്? എന്റെ മകളെ നിങ്ങൾ കുഞ്ഞെ. റൂത്തിന്റെ പുസ്തകത്തിൽ നവോമി ആദ്യം സംസാരിക്കുന്ന സമയത്ത് ആരംഭിക്കുന്നത് നിങ്ങൾ എന്നാണ്. കരുണ എന്ന് ആവർത്തിക്കുന്ന വാക്യം ഏത്? ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. 1, 10, 1, 8, 1, 11, 1, 9 എല്ലാം റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്. 1, 8 ആണ്. ഇത് പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണെന്ന് കരുതുന്നു. അവിടെ ഈ ചോദ്യം ഉള്ളത് കൊണ്ട് അല്ല, നേരത്തെ പുസ്തകത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2 പോയിന്റിന്റെ ചോദ്യം. ആര് തന്നോട് കഠിനമായി വർത്തിച്ചതായാണ് നവോമി പറഞ്ഞത്? ദൈവം, കർത്താവ്, സർവശക്തൻ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. സർവശക്തൻ എന്നുള്ളതാണ് സി. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിലും അവസാന വാക്യത്തിലും പൊതുവായി പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത്, അതായത് 2 സ്ഥലത്തും ചില സ്ഥലങ്ങളുടെ പേരുകൾ പൊതുവായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പൊതുവായി പരാമർശിക്കുന്ന ആ സ്ഥലങ്ങളിൽ പെടാത്തത് ഏതാണ്? ബേത്ലഹേം, മൊവാബ്, യൂദ ഇവയൊന്നുമല്ല. യൂദയാണ്. എലിമലക്കിന്റെ കുടുംബം മൊവാബിൽ എത്ര വർഷം താമസിച്ചു? 11, 12, 8, 10. 10 വർഷത്തോളം അവിടെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഡി. മൊവാബിൽ വെച്ച് മരിക്കാത്തത് ആര്? എലിമലക്ക്, നവോമി, മഹുലോൻ, കിലിയോ. നവോമിയാണ്. എന്നെ നവോമി എന്നല്ല, മാറ എന്നാണ് വിളിക്കേണ്ടത്. എന്താണ് മാറ എന്ന വാക്കിനർത്ഥം? പ്രിയപ്പെട്ടവൾ, കൈപ്പുള്ളവൾ, സന്തോഷവതി, ദരിദ്ര. കൈപ്പുള്ളവൾ. നവോമിയും റൂത്തും ബേത്ലഹേമിൽ എത്തിയത് ഏത് കൊയ്ത്തുകാലത്താണ്? നവോമിയും റൂത്തും ബേത്ലഹേമിൽ എത്തിയത് ഏത് കൊയ്ത്തുകാലത്താണ്? എന്തിന്റെ കൊയ്ത്തുകാലത്താണ്? ഗോതമ്പ്, ബാർലി, മുന്തിരി, ഒലിവ്. ബാർലിയാണ്. ബാർലി. ബേത്ലഹേമിൽ എത്തിയത്. റൂത്ത് കതിർ പെറുക്കാൻ പോയത് ആരുടെ വയലിലാണ്? കാല പെറുക്കാൻ പോയതാണ്. നവോമിയുടെ, ബോവാസിന്റെ, രാജാവിന്റെ, അയൽക്കാരന്റെ. ബോവാസിന്റെ. ഇത് കാല പെറുക്കാൻ ഞാൻ പിന്നീട് അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ല, അതിനുശേഷം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ നേരത്തെ ചെയ്തതാണ്. റൂത്ത് ഒരു ദിവസം എത്ര അളവ് ബാർലി ശേഖരിച്ചു? 10 ഏഫ, 1 ഓമർ, 5 ഏഫ, 1 ഏഫ. ഡി ആണ്. കൊയ്ത്തുകാരെ ബോവാസ് എപ്രകാരമാണ് അഭിവാദ്യം ചെയ്തത്? കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, വിജയം ആശംസിക്കുന്നു, വന്ദനം. എ ആണ്. റൂത്തിന് ബോവാസ് നൽകിയ സമ്മാനം എത്രയായിരുന്നു? 3 അളവ് ബാർലി, 6 അളവ് ബാർലി, 1 സ്വർണ്ണ നാണയം, 10 അളവ് ഗോതമ്പ്. 6 അളവ് ബാർലി. റൂത്ത് 1:8 പറയുന്ന എന്താണ് 2:10? മരണം, അനുഗ്രഹം, കരുണ, അഭയം. കരുണയാണ്. 2-ാം അധ്യായത്തിൽ റൂത്തിനെ മകളെ എന്ന് സംബോധന ചെയ്യുന്നത് ആരാണ്? നവോമി, ഭൃത്യൻ, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഭൃത്യൻ ബോവാസ്. സി ആണ്. മേൽനോട്ടം വഹിക്കുന്നത്. താൻ ശേഖരിച്ച എന്താണ് റൂത്ത് അമ്മായിയമ്മയെ കാണിച്ചത്? ആഹാരം, ബാർലി, ഗോതമ്പ്, ധാന്യമാണ്. ഡി ആണ്. ബോവാസ് നൽകാത്ത നിർദ്ദേശം: അവളെ ശാസിക്കരുത്, അവളെ ശകാരിക്കരുത്, പോയിക്കൊള്ളുക, വന്നു ഭക്ഷണം കഴിക്കൂ, പോയിക്കൊള്ളുക എന്നുള്ള സി ആണ്. ബോവാസിന്റെ ചോദ്യം: ആരാണിത്? ആരാണ് ഈ യുവതി? ഈ യുവതി ആരാണ്? ഏതാണ് ഈ യുവതി? ഇവിടെ 23-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി. ആരാണ് ഈ യുവതി? ഭക്ഷണ സമയത്ത് റൂത്ത് ഇരുന്നത് ആരോടുകൂടെ? ബോവാസിനോടുകൂടെ, ദാസികളുടെ കൂടെ, ഭൃത്യന്മാരുടെ കൂടെ,
ദാസികളുടെ കൂടെ ബുദ്ധിമാരുടെ കൊയ്ത്തുകാരോട് കൂടെ ദാസിമാരുടെ കൂടെ ദാസികളുടെ കൂടെ ദാസികളുടെ കൂടെ നമ്മളുടെ കൂടെ ബുദ്ധിമാരുടെ കൂടെ കൊയ്ത്തുകാരോട് കൂടെ. റൂത്തിന്റെ പുസ്തകം ഏത് രാജാവിന്റെ വംശാവലിയിലാണ് അവസാനിക്കുന്നത്? ദാവീദ്, സോളമൻ, സാവൂൾ, ഹെസക്കിയാണ്. ബോവാസിന്റെ പിതാവാര്? ഓബദ്, സൽമോൻ, ഹെസക്കിയ, നഹ്ഷോൻ. സൽമോനാണ് ബോവാസിന്റെ പിതാവ്. ബോവാസിനും റൂത്തിനും ഉണ്ടായ മകന്റെ പേരെന്ത്? ഹെസക്കിയ, ഹെബ്രോൻ, ഓബദ്, ജസ്സെ. ഓബദ് ആണ്. ബോവാസ് എത്ര ശ്രേഷ്ഠന്മാരെയാണ് സാക്ഷികളായി വിളിച്ചത്? 12, 10, 8, 7. 10 ഉത്തരം. റൂത്ത് എവിടെ നിന്നുള്ളവളായിരുന്നു? യൂദ, മൊവാബ്, ഏദോം, ലിസ്ത്യ. ബി, മൊവാബ്. 30. ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ബോവാസ്? നവോമി, റൂത്ത്, എലിമെലക്ക്, ഓർഫ. എലിമെലക്ക്. എൽക്കാനയുടെ പത്നിമാർ? റൂത്ത്, നവോമി, സാറ, ഹാഗർ, ഹന്ന, പെനീന, ലയ, റാഹേൽ. സി ആണ് ഹന്ന, പെനീന. എൽക്കാനയുടെ സ്വദേശം? ബേത്ലഹം, റാമാത്തൈം, നസ്രത്ത്, ഗാസ. റാമാത്തൈം ആണ്, ബേത്ലഹം അല്ല. ഷീലോയിലെ പുരോഹിതൻ ആരായിരുന്നു? സാമുവൽ, ഏലി, സാദോക്, അഹിമേലെക്ക്. ഏലിയാണ്. ഹന്നയുടെ വിലാപം കണ്ട് അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചത് ആര്? എൽക്കാന, ദാസൻ, ഏലി. എൽക്കാന, ദാസൻ, ഏലി, പെനീന. ഏലിയാണ്. ഹന്നയുടെ മകന്റെ പേര്? ഇസ്ഹാക്ക്, യോഹന്നാൻ, സാമുവൽ, ജസ്സെ. സാമുവൽ. സാമുവലിനെ എവിടെയാണ് ഹന്ന സമർപ്പിച്ചത്? വീട്ടിൽ, കൊട്ടാരത്തിൽ, കാട്ടിൽ, കർത്താവിന്റെ ആലയത്തിൽ. വീട്ടിൽ, കൊട്ടാരത്തിൽ, കാട്ടിൽ, കർത്താവിന്റെ ആലയത്തിൽ. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായി? നീതിമാന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, ദുർമാർഗികൾ. സാമുവൽ രാത്രിയിൽ എവിടെയാണ് കിടന്നിരുന്നത്? കുന്നിൻ മുകളിൽ, വീട്ടിൽ, ദേവാലയത്തിന്റെ ദൈവത്തിന്റെ വേടക സ്ഥിതി ചെയ്യുന്ന മുറ്റത്ത്. സി ആണ്. കർത്താവ് സാമുവലിനെ എത്ര തവണ വിളിച്ചു? ആകെ 4 തവണയാണ് വിളിച്ചത്, നമുക്കറിയാം. ഓക്കെ, ഓപ്ഷൻ ഞാൻ പറയാതെ പെട്ടെന്ന് പോയി. 40. ഏലിയുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന തകർച്ചയെ കുറിച്ച് ആദ്യം പ്രവചിച്ചത്? സാമുവൽ, ഹന്ന, കർത്താവ് അയച്ച ഒരാൾ, ദാവീദ്. കർത്താവ് അയച്ച ഒരാൾ. ഇസ്രായേൽ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യാൻ പാളയമടിച്ച സ്ഥലം? ഗിൽഗാൽ, എബനേസർ, എക്രോൺ, മിസ്പ. എബനേസർ. യുദ്ധത്തിൽ ഇസ്രായേലർ ഷീലോയിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത്? സ്വർണം, കുതിരകളുടെ രഥങ്ങൾ, ഉടമ്പടി പേടകം. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകമാണ്. അതൊരു ഷോർട്ടായിട്ട് അവിടെ ഉത്തരം വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? മഹ്ലോൻ, ഗിലിയോൻ, സാമോൽ, ജോനാഥൻ, സാദോക്, അബിയാഥർ, ഹോഫ്നി, ഫിൻഹാസ്. ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ട വാർത്ത കേട്ട് ഏലിക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം ഡി ആണ്. പുറകോട്ട് വീണ്. മരിക്കുമ്പോൾ ഏലിക്ക് എത്ര വയസ്സായി? 90, 98, 100, 110. ഫിൻഹാസിന്റെ മകൻ ഇക്കാബോദിന്റെ പേരിന് അർത്ഥം? ദൈവം കൂടെയുണ്ട്, അനുഗ്രഹം, മഹത്വം, ഇസ്രായേലിൽ നിന്ന് നീങ്ങിപ്പോയി, സമാധാനം. മഹത്വം, ഇസ്രായേലിൽ നിന്ന് നീങ്ങിപ്പോയി എന്നുള്ള സി ആണ് ഉത്തരം. അടുത്തത്, ഫിലിസ്തീർ പേടകം എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി ആണ്. അല്ലെങ്കിൽ ദാഷ് നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണിത്. ഇവിടെ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ POC പരിഭാഷയിൽ വരുന്നത്. ഞാനത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ നോക്കാം എന്തായാലും. ഇവിടെ ഉത്തരം ഇസ്രായേലർ, ഫിലിസ്തീർ, ഹെബ്രായർ, ഇസ്രായേൽ. ഇവിടെ ഹെബ്രായറാണ് അവിടെ നിന്ന് പദം വരുന്നത്. അഷ്ദോദിലെ ജനങ്ങൾക്ക് പേടക നിമിത്തം ഉണ്ടായ ബാധ? ഡി, കുരുക്കൾ. 50. പേടകം എത്ര മാസം ഫിലിസ്തീനയുടെ ദേശത്തായിരുന്നു? 3, 5, 8, 7. 7 50 ചോദ്യങ്ങളായിട്ടുണ്ട്. 51. കർത്താവിന്റെ പേടകം തിരികെ അയക്കാൻ ഫിലിസ്തീർ ഉപയോഗിച്ചത് എന്തിനെയാണ്? ഏത് മൃഗങ്ങളെ കെട്ടിയ വാഹനമാണ്? കുതിരകളെ, 2 പശുക്കളെ, കഴുതകളെ, ഒട്ടകങ്ങളെ. 2 പശുക്കളാണ്. പേടകം തിരികെ എത്തിയ ഇസ്രായേൽ ഓക്കെ, ഇത് വണ്ടിയിൽ ഉപയോഗിച്ചത് 2 പശുക്കളെ. ഇനി കർത്താവിന്റെ പേടകം തിരികെ ആദ്യം എത്തിയ ഇസ്രായേൽ ദേശം ഗാസ, ജെറുസലേം, ഷീലോ, ബത്ഷമിഷ് ആണ്. ഡി. ബത്ഷമിഷുകാർ പേടകം എവിടേക്കാണ് മാറ്റിയത്? റാമ, കിരിയാത്ത് യയാറിം, ഗിൽഗാൽ, ബഥേൽ. കിരിയാത്ത് യയാറിം. പേടകം സൂക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട അബിനാദാബിന്റെ മകൻ? ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. എലയാസം. പേടകം കിരിയാത്ത് യയാറിമിൽ എത്ര വർഷം ഇരുന്നു? 7, 20, 10, 40. 20 ആണ്.
ബിംബങ്ങളെ ഉപേക്ഷിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ആര്? ഏലി, സാമുവൽ, എലയാസർ, ദാവീദ്, സാമുവൽ. ജനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്ഥലം ഏതാണ്? സാമുവലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഷിലോ, മിസ്പ, എക്രോൺ, ഗത്ത്. മിസ്പ, ഷീലോ എന്നാണ് അല്ലെ. വിജയസ്മരണയ്ക്കായി സാമുവൽ നാട്ടിയ കല്ലിന്റെ പേരെന്ത്? ബഥേൽ, ഗിൽഗാൽ, ഹോറബ്, എബിനേസർ. എബിനേസർ, ഡി. ആ പദത്തിന്റെ അർത്ഥം എന്താണ്? എബിനേസറിന്റെ അർത്ഥം ദൈവം വലിയവനാകുന്നു, ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവം വലിയവനാകുന്നു, ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്നുള്ള ഡി ആണ്. ഡി ആണത്. സാമുവലിന്റെ ആസ്ഥാനം മിസ്പ, ബഥേൽ, റാമ, ഗിൽഗാൽ. റാമയാണ്. സാമുവലിന്റെ പിതാവ് ഏലി, എൽക്കാന, ജസ്സെ, ബോവാസ്. എൽക്കാനയാണ്. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടി ഒരു മകൾ സാമുവൽ ആരോഗ്യം സ്വർണം. സാമുവലാണ്. ഏലിയുടെ മക്കൾ ബലിമൃഗത്തിന്റെ എന്ത് നിർബന്ധപൂർവ്വം വാങ്ങിയിരുന്നു? പച്ചമാംസം. ഹന്നയുടെ കീർത്തനത്തിൽ കർത്താവ് എന്ന് എത്ര പ്രാവശ്യമുണ്ട്? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഉത്തരം പുസ്തകത്തിൽ നമ്മൾ അത് എഴുതിയിട്ടുള്ളതാണ്. 9. ഫിലിസ്ത്യരുടെ പ്രധാന ദേവൻ ദാഗോൻ. സാമുവൽ അർപ്പിച്ച ബലി എന്തിനെയായിരുന്നു? കാള, പ്രാവ്, ധാന്യം, മുലകുടി മാറാത്ത ആൺകുട്ടി. യുദ്ധത്തിൽ കർത്താവ് എന്തിനാലാണ് ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കിയത്? വെള്ളപ്പൊക്കം, ഭയങ്കരമായ ഒരു ഇടിനാദം, തീ, കാറ്റ്, ഭയങ്കരമായ ഒരു ഇടിനാദം. കർത്താവിന്റെ പേടകം തിരികെ അയക്കുമ്പോൾ ഫിലിസ്ത്യർ വെച്ച സ്വർണ്ണ രൂപങ്ങൾ എത്ര? 3, 10, 5, 7. 5 സാമുവൽ ഇസ്രായേലിന്റെ ആരായിരുന്നു? ന്യായാധിപൻ. സാമുവൽ വർഷം തോറും സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ബഥേൽ, ഗിൽഗാൽ, മിസ്പ. അതാണ് ഓപ്ഷൻ. അല്പം സ്പീഡിൽ പറഞ്ഞു പോകണം, കൂടുതൽ പേര് ചിലപ്പോൾ ഇപ്പോഴൊന്നും വീഡിയോ കാണാൻ സാധ്യതയില്ല. അങ്ങനെ കാണുന്നവര് ദയവായി കമന്റ് ചെയ്യാൻ, നമുക്ക് പിന്നീട് മുഴുവനായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ അടുത്തതിന്റെ ഉത്തരം 71C ആണ്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ നോക്കി കാണാമെന്ന് കരുതുകയാണ്. ഹെബ്രായരുടെ പാളയത്തിൽ നിന്ന് കേൾക്കുന്ന ഈ വലിയ ആർപ്പുവിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചത് ഫിലിസ്ത്യ. രണ്ടാം യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികളാണ് കൊല്ലപ്പെട്ടത്? 5000, 10000, 20000, 30000. ഡി ആണ് 30000. അടുത്തത് ഉടമ്പടി പേടകത്തോടൊപ്പം ഷീലോയിൽ നിന്ന് വന്ന ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? ഹോഫ്നിയും ഫിനഹാസും. പേടകം പാളയത്തിൽ എത്തിയപ്പോൾ ഇസ്രായേലിയർ ആർപ്പ് വിളിച്ചത് കേട്ട് ഫിലിസ്ത്യർ കരുതിയത് ദേവന്മാർ എത്തിയിട്ടുണ്ടെന്ന്. പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്. യുദ്ധവാർത്തയുമായി ഷീലോയിലേക്ക് ഓടിയെത്തിയത് ഏത് ഗോത്രക്കാരൻ? ബെഞ്ചമിൻ. യുദ്ധകളത്തിൽ വെച്ച് ഏലിയുടെ പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചു? 2 പേരും കൊല്ലപ്പെട്ടു. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര് എന്നാണ് ഹന്ന പറയുന്നത്? മാലാഖമാർ, പ്രവാചകൻ, കർത്താവ്, വൈദ്യൻ. കർത്താവ്. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൽക്കാന എവിടേക്കാണ് മടങ്ങിയത്? ഷീലോ, ബെത്ലഹേം, റാമ, മിസ്പ. റാമ. ഏലി എത്ര വർഷം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു? 40. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനോട് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ മാധ്യസ്ഥം വഹിക്കും. മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം മനുഷ്യന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ദൈവനോട് മധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ മധ്യസ്ഥം വഹിക്കും. ആ വാക്യം പറഞ്ഞത് ഇത് ആരുടെ വാക്കുകളാണ്? ഏലിയുടെ. പുരോഹിതന്റെ പുത്രന്മാർ ലംഘിച്ചത് എന്തിനെ കുറിച്ചുള്ള നിയമമാണ്? വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എബ്നേസിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? അഷ്ദോദിലേക്ക്. പിറ്റേന്ന് എന്താണ് സംഭവിച്ചത്? നിലത്ത് വീണ് കിടക്കുന്നത്. 2-ാം ദിവസം സംഭവിച്ചത് ഡി ആണ്. സാമുൽ എത്ര കാലമാണ് ഇസ്രായേൽ ന്യായാധിപൻ നടത്തിയ? 10 വർഷം, 20 വർഷം, 30 വർഷം. തന്റെ ജീവിതകാലം അത്രയും. അതാണ് ഉത്തരം. അഷ്ദോദുകാർ കർത്താവിന്റെ പേടകം മാറ്റിയത് ഗത്തിലേക്ക്. കർത്താവിന്റെ പേടകം എക്രോണത്തിൽ എടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഡി ആണ്. വലിയ ഉത്തരമാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ ആരുടെ ഹൃദയാഭിലാഷം അനുസരിച്ചാണ് പ്രവർത്തിക്കുക? കർത്താവിന്റെ. കർത്താവിന്റെ പേടകം തിരികെ അയക്കുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് വെക്കേണ്ടത് ബി. ദരിദ്രനെ ധൂളിയിൽ നിർത്തി ആരുടെ കൂടെയാണ് എത്തുന്നത്? പ്രഭുക്കന്മാരുടെ. സി ആണ്. ഏതെണ്ണത്തിന് തുല്യമായാണ് അത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. കർത്താവിന്റെ പേടകത്തിലേക്ക് നോക്കി എത്ര ബത്ഷമെഷുകാരെ അവിടുന്ന് വധിച്ചു? 70. പശുക്കൾ കർത്താവിന്റെ പേടകമുള്ള വണ്ടിയുമായി നേരെ എവിടേക്കാണ് പോയത്? ബത്ഷമെഷിലേക്ക്. വണ്ടി നിന്നത് ആരുടെ വയലിൽ? ജോഷുവയുടെ. പുരോഹിതന്റെ ഭൃത്യൻ അതിന് മുപ്പല്ലിയാണ് ഉപയോഗിച്ചിരുന്നത്. കർത്താവ് ആരെയാണ്? ഒരു വിശ്വസ്തനായ ഒരു പുരോഹിതനെ. ബത്ഷെമിഷിലെ ജനങ്ങൾ വയൽ ഗോതമ്പ് കൊയ്യുമ്പോഴാണ് വന്നത്. ഹന്നായുടെ പ്രാർത്ഥനയിൽ ആരുടെ? ഇനി 100ാമത്തെ 2 മാർക്കിന്റെ ചോദ്യമാണ്. സാമുവലിന്റെ പേര് എത്ര പ്രാവശ്യം ഉണ്ട്? 1-ാം അധ്യായത്തിൽ എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിൽ എന്നുള്ളതാണ് അവിടെ ചോദ്യം. 20 പ്രാവശ്യം എന്നുള്ളതാണ് ഉത്തരം. എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ സബ്മിറ്റ് ചെയ്താൽ ഒരു പക്ഷേ സബ്മിറ്റ് ആവില്ല. എങ്കിലും ഞാൻ സബ്മിറ്റ് ചെയ്ത് നോക്കുകയാണ്. കാരണം അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുവരുന്നതാണ്.